ഹായ്. അപ്പം ഞങ്ങൾ വാഗമൺക്ക് ഒരു ട്രിപ്പ് പോകണ്ട. ഇവിടെ ഇക്കാക്കാൻ്റെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതാ ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രാത്രി 10 മണിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പകുതി ആൾക്കാരൊക്കെ അങ്ങനെ വന്ന് പകുതി ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ വന്നവരിങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ കയറി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്ന് ഒക്കെ പോകൽ തുടങ്ങിയപ്പോൾ പിന്നെ 10:30 11 മണിയൊക്കെ ആയിക്കണം കേട്ടോ. അപ്പോൾ ജനമോൾക്ക് ഞാനിതാ മങ്കി ക്യാപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പനിയും ചുമയൊന്നും നല്ല മാറിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഇതിനൊരു മുന്നേ പ്ലാൻ ചെയ്തതല്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെ പോകണം. അപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തേക്കാണ് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാ ബസ്സിലുള്ളൊരു കലാപരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. വാഗമൺ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവിടെ നിന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 റൂമായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പകുതി ആൾക്കാർ അങ്ങനെയായിട്ട് 2 റൂമിലായിട്ട് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ബസ്സിൽ കയറിയിട്ട് പിന്നെ നേരെ പോയത് ഞങ്ങൾ കഴിഞ്ഞൊരു സ്ഥലം നോക്കിയിട്ട് അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ. അപ്പോൾ ഇങ്ങനെ ചായക്ക് ഞങ്ങൾ പൊറോട്ടയും കറിയൊക്കെ കൊണ്ടുപോയിരുന്നു. അതേപോലെ ഉച്ചക്കൊക്കെയുള്ള ഫുഡും ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി കൊണ്ടുപോയി ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർ ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വേറൊരു പാർക്കിൽ കണ്ട പോയത്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ട് അപ്പോൾ അതിൻ്റെ അവിടെ കയറുന്നവിടെ തന്നെ നല്ല രസമുണ്ടായിരുന്നിട്ട് ചെടികളൊക്കെ പല ഐറ്റം ചെടികളും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ വെയിലിൻ്റെ ചൂടറിയണത്. നല്ല വെയിലായിരുന്നു കേട്ടോ, പൊള്ളണ വെയിലായിരുന്നു. അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കയറുന്നത് അതിൻ്റെ ഏറ്റവും മേലെ കണ്ടപ്പോൾ കയറി പോണത്. അപ്പോൾ ആ ഒരു കുത്തനുള്ളൊരു കയറ്റാണ് കയറുന്നത്. പിന്നെ അവിടെ എന്താ ഒരു പാലമൊക്കെ ഉണ്ട് പറഞ്ഞിട്ട്, പാലം നല്ല രസമുണ്ടായിട്ട് കാണാൻ. ഇങ്ങനെ ഒരു 4 പാലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെറുത് പിന്നെ അതിൻ്റെ വലുതായിട്ട് അങ്ങനെ 4 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്മേൽ ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ പോകണുണ്ട്. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടപ്പോൾ ഈ കയറുന്നത്. അപ്പോൾ പാലൊക്കെ കാണുമ്പോൾ പേടിയാവുന്നുണ്ട്, തുരുമ്പിടിച്ചൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പം പാലത്തിൻ്റെ മേലെ നിന്നിട്ട് ഇങ്ങനെ ആരോ ഇളക്കുന്നുണ്ട് കേട്ടോ പാലം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പേടിയാവും. പിന്നെ എല്ലാവരും കൂടെ അല്ലേ കയറുന്നത് എന്നുള്ളൊരു സമാധാനം കേട്ടോ. അപ്പോൾ ആ പാലത്തിൻ്റെ മേലെ നിന്നിട്ട് ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനെ താഴത്തൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അതിൻ്റെ ആ ഏറ്റവും മേലൊക്കെ ഇങ്ങനെ നമുക്ക് കയറണമെങ്കിൽ കയറട്ടെ, പക്ഷെ അങ്ങോട്ടൊക്കെ ഇങ്ങനെ നമ്മൾ നടന്നിട്ട് വേണം ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഒന്നും വേറെ ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും ആരും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നടന്ന് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് തങ്ങൾപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ട് ഒരു മക്കാമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പിന്നെ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതിനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണാൻ ഫുള്ളായിട്ട് പാറയാണ് കേട്ടോ. അതവിടെ മൊത്തം പാറയാണ്. ഇവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഉച്ചക്കുള്ള ചോറ് തിന്നിട്ടോ. ഞങ്ങൾ ഉച്ചക്കുള്ള ചോറൊക്കെ ഞങ്ങളിങ്ങനെ വെച്ച് കൊടുന്നത്, ഇതിനെ ബിരിയാണി ദമ്മൊന്നും പൊട്ടിക്കാതെ ഞങ്ങൾ അങ്ങനെ കൊടുന്നിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും ഇവിടെ ഇപ്പം അങ്ങനെ എല്ലാവർക്കും ഇരുന്ന് തിന്നാനൊക്കെ ഉള്ളൊരു സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ചോറ് അവിടെ നിന്നാണ് തിന്നത് കേട്ടോ. അപ്പോൾ ആ പാറൻ്റെ മേലൊക്കെ ഇങ്ങനെ ചിലരൊക്കെ ഇങ്ങനെ കയറിപ്പോയിരുന്നു കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ കാണുമ്പോഴൊക്കെ പേടിയാവും. അതിൻ്റെ മേലെ നിന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടത്, വ്യൂ ആണ് കേട്ടോ ഇപ്പോൾ ഇത്. അപ്പോൾ ഇങ്ങനെ താഴത്തേക്കൊക്കെ നോക്കുമ്പോൾ കണ്ട നല്ല രസമുണ്ട് അവിടെയൊക്കെ കാണാൻ. ഫുള്ള് പാറയാണ് കേട്ടോ, മൊത്തം പാറ. ചോറൊക്കെ തിന്ന് പിന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ വേറൊരു മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവിടെയൊക്കെ കുറച്ച് നേരം നിന്ന് പിന്നെ അത് പോകുന്നത് ചുരം കയറുന്ന അവിടെ നിർത്തിയിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഇത് അവിടെയൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അവിടെയൊക്കെ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രി ടൈം കുറേ ആവുമല്ലോ വരുമ്പോൾ. അങ്ങനെ മൊത്തം ഞങ്ങളൊരു 5-6 സ്ഥലം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കാണാൻ.
പിന്നെ അതാ വരുന്ന വഴിക്ക് ഇതാ അവിടെയൊക്കെ ക്രിസ്ത്യൻ പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പള്ളിപ്പെരുന്നാളായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് രാത്രി ആയതുകൊണ്ട് കാണാൻ. പിന്നെ അവിടുന്ന് ഞങ്ങൾ രാത്രി വരുന്ന വഴിക്കുന്ന് പകുതിയിൽന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ രാത്രിക്കൊക്കെയുള്ള ഫുഡ് തിന്നിട്ട് അപ്പോൾ രാത്രിക്കൊക്കെയുള്ള ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ രാത്രി വരുന്ന വഴിക്കുന്ന് ഞങ്ങൾ ഫുഡൊക്കെ തിന്ന് പിന്നെ അതാ ബസ്സിൽ ഞങ്ങൾ തിരിച്ച് വരികയാണ്. അപ്പോൾ ബസ്സിലുള്ളൊരു ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ബസ്സിലെല്ലാവരും ഡാൻസും പാട്ടും പാട്ട് പാടണവർ പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടൊക്കെ അങ്ങനെ ആയിട്ട് ഞങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ. ഏതായാലും ഞങ്ങൾ ഫാമിലി ടൂറ് ഞങ്ങൾ കലക്കിയിട്ടാണ്. നല്ല വൈബായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ